കോറ ടർണർ സംഗീതത്തോടുള്ള തന്റെ ആഭിമുഖ്യം കൂടുതൽ പ്രദർശിപ്പിച്ചു തുടങ്ങി. സംഗീതത്തിൽ അത്ര വിദൂഷിയൊന്നുമല്ലാതിരുന്നിട്ടും കോറ സംഗീത സഭയിൽ സ്വയം സ്ഥാനം നേടിയെടുത്തു. അങ്ങനെ ക്രമേണ പൊതുജന ശ്രദ്ധ പിടിച്ചെടുത്ത കോറ ക്രിപ്പന്റെ അഭാവത്തിൽ അമേരിക്കൻ ഗായകനായ ബ്രൂസ് മില്ലർ എന്ന പുതിയ സുഹൃത്തിനെ നേടിയെടുക്കുകയും ചെയ്തു. ഇതോടെ കോറയും ക്രിപ്പനും തമ്മിൽ അകന്നു തുടങ്ങി. ഈ അകൽച്ച അവരുടെ ദാമ്പത്യ ബന്ധത്തെ ഉലച്ചു തുടങ്ങിയപ്പോഴാണ് എത്തീൽ ലീ നീവ് എന്ന അവിവാഹിതയായ യുവതി ക്രിപ്പന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ക്രിപ്പന്റെ ദാമ്പത്യത്തിലുണ്ടായ മുറിവുണക്കാൻ എത്തീൽ ലീ നീവ് സദാ ശ്രമിച്ചിരുന്നു. ഇതറിഞ്ഞ കോറ പൊട്ടിത്തെറിച്ചു. ഈ തകർച്ചയിലുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് ക്രിപ്പനെ കൂടുതൽ അസ്വസ്ഥനാക്കി. 1910 ജനുവരിയിൽ ക്രിപ്പൻ വീട്ടിലെത്തിയത് സ്വല്പം വിഷവുമായിട്ടായിരുന്നു. മാസാവസാനത്തോടെ സുഹൃത്തുക്കളുമായി ഒരു പാർട്ടി ഏർപ്പാടാക്കി. വെളുക്കുവോളം വിനോദത്തിലേർപ്പെട്ടു. വിഷം കലക്കിയ മദ്യം കഴിച്ച കോറ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരിച്ചു വീണു. ക്രിപ്പൻ കോറയുടെ